ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ക്യാൻറ്റോ 8ാമത്തെ ചാപ്റ്റർ കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ്, പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചുള്ള ആദ്യത്തെ വിവരണത്തിലേക്കാണ് കടക്കുന്നത്. എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് പരീക്ഷിത്ത് എന്ന പേരു ലഭിച്ചത് എന്നും എന്താണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രത്യേകത എന്നുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ വന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ സാന്ത്വനിപ്പിക്കാനായിട്ട് കുറച്ച് മാസങ്ങൾ അവിടെ കഴിഞ്ഞു. യുദ്ധത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെട്ടു. അവർക്കെല്ലാം ഉദകക്രിയകളെല്ലാം ചെയ്ത് ഭഗവാൻ സ്വന്തം ഭക്തനായ യുധിഷ്ഠിര മഹാരാജാവിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അദ്ദേഹത്തോടൊപ്പം കുറച്ച് നാൾ ഹസ്തിനപുരിയിൽ കഴിഞ്ഞു. അതിനുശേഷം ദ്വാരകയിലേക്ക് തിരികെ പോകാൻ രഥത്തിലേറാൻ പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ വളരെയധികം ഭയവിഹ്വലയായിട്ട് ഉത്തര, അഭിമന്യുവിൻ്റെ പത്നി, അഭിമന്യുവിൻ്റെ മരണം യുദ്ധത്തിൽ സംഭവിച്ചു. ബാലനായിരുന്ന അഭിമന്യു വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ചക്രവ്യൂഹത്തിൽ വന്നിട്ട് മരണപ്പെടുന്നു. പക്ഷേ ഉത്തര അന്ന് പ്രഗ്നൻ്റ് ആണ്, ഗർഭിണിയാണ്. ഉത്തരയുടെ വയറ്റിൽ ആരാണുള്ളത്? ഗർഭപാത്രത്തിൽ ആരാണുള്ളത്? പരീക്ഷിത്ത് മഹാരാജാവ്, അതായത് അനന്തരാവകാശി, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അനന്തരാവകാശി. ആര്? ഹസ്തിനാപുരത്തിൻ്റെ അല്ലെങ്കിൽ കുരു രാജവംശത്തിലും പാണ്ഡുവിൻ്റെ വംശപരമ്പരയിലുമുള്ള ആകെ ഒരേ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസെൻഡൻറ്റ്, അതായത് അനന്തരാവകാശിയാണ് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ഒരു ശിശു. അപ്പോൾ ഉത്തര വന്നിട്ട് എന്താണ് എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ വളരെയധികം വലിയ ഭീഷണമായിട്ടുള്ള അഗ്നി പോലെയുള്ള ചുട്ടുപൊള്ളുന്ന എന്തോ ഒരു ആയുധം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ഉത്തര ഭഗവാന്റെ അടുത്ത് വന്ന് പ്രൊട്ടക്ഷന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയം കരഃ ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്കൃതേ. അതന്നെ, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. നമ്മൾ നേരത്തെ പറഞ്ഞത് അർജുന പ്രേയേഴ്സാണ്. ഇത് ഉത്തരയുടെ പ്രേയേഴ്സാണ്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. അത് ഉത്തര പറഞ്ഞത്. അതായത് മൃത്യുവിനെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ ഉത്തര പറയുന്നു, ഈ ഒരു വളരെ വിനാശകാരിയായിട്ടുള്ള ആയുധം വന്നിട്ട് എന്നെ നശിപ്പിച്ചോട്ടെ, പക്ഷെ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് ഉത്തര വന്നിട്ട് എന്ത് ചെയ്യുന്നു? ശരണാഗതി പ്രാപിക്കുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും ഗുരുവിനെയും നമുക്ക് പ്രണമിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം.
जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः। ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ക്യാൻഡോ എട്ടാമത്തെ അധ്യായം 11ാമത്തെ ശ്ലോകം. സൂത ഉവാച ഉപധാര്യ വചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രം അബുധ്യത. सूत उवाच उबधार्य वचस्तस्य भगवान् भक्तवत्सलः अपाण्डवम् इतं कर्तुं द्रौणेरस्त्रम् अबुध्यत. सूत उवाच उबधार्य वचस्तस्य भगवान् भक्तवत्सलः अपाण्डवमिदं कर्तुं द्रौणेरस्त्रम् अबुध्यत. എന്താണ്? സൂത ഗോസ്വാമി. അപ്പം നൈമിഷാരണ്യത്തിലെ ഋഷികൾ ആരാണ് പരീക്ഷിത്ത് മഹാരാജാവ്, എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ശ്രവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് സൂത ഗോസ്വാമി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. സൂത ഗോസ്വാമി പറയുന്നു, ഇങ്ങനെ ഉത്തരം പറയുന്നത് കേട്ടിട്ട്, ഉപധാര്യ എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കേട്ടിട്ട്, ആരുടെ ഉത്തരയുടെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ഭക്തവത്സരനായ, എന്താണ് പ്രത്യേകത? ഭഗവാന്റെ ഭക്തവത്സരനായ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അപാണ്ഡവം ഇദം കർത്തും. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അശ്വത്ഥാമാവ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപാണ്ഡവം ഇദം കർത്തും. ഇനി ബാക്കിയുള്ള ഒരേ ഒരു ഡിസെൻഡന്റിനെ കൂടെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാണ്ഡവരുടെ വംശമേ ഇവർക്ക് ശേഷം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ദ്രൗണേർ അസ്ത്രം. ആരാണ് ദ്രൗണി? അശ്വത്ഥാമാവ്. അപ്പോൾ ദ്രൗണേർ അസ്ത്രം എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം. അപ്പം എന്താണ് പറഞ്ഞത്? അപ്പോൾ സൂത ഗോസ്വാമി പറയുന്നു, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവ വംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ച ബ്രഹ്മാസ്ത്രമാണ് അത് എന്ന് തൽക്ഷണം ഭഗവാൻ ഗ്രഹിച്ചു. ഓക്കെ, ഇവിടെ ശീലപ്രഭുപാദ് തൻ്റെ പർപ്പട്ടിൽ പറയുന്നത്, ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാൻ വന്നിട്ട് പക്ഷപാതമില്ലാത്തവനാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് നാ മേ ദ്വേഷോസ്തി ന പ്രിയ, എനിക്കാരും ദ്വേഷിയായിട്ടുമില്ല പ്രിയനായിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ഏ ഭജന്തി തു മാം ഭക്തിയ മയി തേതേഷു ചാപ്യഹം. പക്ഷെ ആരാണോ എന്നെ ഇൻറ്റൻസ്ലി സ്മരിക്കുന്നത്, ഒബ്വിയസ്ലി കാരണം അങ്ങനെ ആയിരിക്കും. കാരണം എന്താണ്? പക്ഷാഭേദം നമ്മളാണ് കാണിക്കുന്നത്. നമ്മൾ ഭഗവാനോട് ഒരേപോലെ ഇൻറ്റൻസായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു എങ്കിലും പക്ഷേ നമ്മൾക്ക് ആ സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ പക്ഷപാതമുള്ളവനാണെന്ന്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നു നാ മേ ദ്വേഷോസ്തി ന പ്രിയ സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേതേഷു ചാപ്യഹം. ആരാണോ അപ്പോൾ എന്നെ ആരാധിക്കുന്നത് അവരുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന്. അത് നാച്ചുറലി ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ ഭഗവാന്റെ പക്ഷാഭേദമല്ല. ആരാണോ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നത് അവർക്ക് ഓൾറെഡി ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. അല്ലാതെയും ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, അല്ലേ?
അപ്പോൾ കാരണം എന്താണ്, ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാൻ കാരണം എന്താണ്? അത് ധർമ്മപുത്രർ, അതായത് ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവിൻ്റെ വംശം പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ അധർമ്മികളായിട്ടുള്ള എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഇനി ഒരു ഡിസെൻഡൻറ്റ്, അതായത് ഭക്തനായിട്ടുള്ള ഒരു ഡിസെൻഡൻറ്റ് വരണം എന്നുള്ളത് ഭഗവാന്റെ തീരുമാനവും എല്ലാവരുടെയും ആത്യന്തിക നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാണ്ഡവ വംശം എന്ന് പറയുന്നത് ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ പരീക്ഷത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തർഹ്യേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. തർഹി ഏവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദധു. തർഹി ഏവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദധു. എന്താണ് പറയുന്നത്? തർഹി, അതിനുശേഷം, ഏവ അഥ മുനിശ്രേഷ്ഠ, അല്ലയോ മുനിശ്രേഷ്ഠ. ഇത് ആരോടാണ് പറയുന്നത് മുനിശ്രേഷ്ഠ എന്ന്? നമ്മൾ സൂതഗോസ്വാമിയല്ലേ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഏത് മുനിശ്രേഷ്ഠനാണ് സൂതഗോസ്വാമിയോട് ചോദ്യം ചോദിക്കുന്നത്? ശൗനകാദി ഋഷികൾ അല്ലേ. അപ്പൊ ശൗനക ഋഷിയോട് പറയുകയാണ് മുനിശ്രേഷ്ഠ എന്ന് വിളിക്കുന്നത്. പാണ്ഡവരാരാണ് അറിയാം. പഞ്ചസായകാൻ, സായകം എന്ന് പറഞ്ഞാൽ വെപ്പൺ, വാൾ എന്നൊക്കെയാണ് അർത്ഥം. പഞ്ചസായകാൻ എന്ന് പറഞ്ഞാൽ 5 വെപ്പൺസ്. ആത്മന അഭിമുഖ ദീപ്താൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. ഈ ഗ്ലെയറിങ് എഫൾജൻസ് കണ്ടിട്ട് പാണ്ഡവരും അവരവരുടെ അസ്ത്രങ്ങളെ എടുത്തു. ആര്? 5 തരത്തിലുള്ള അസ്ത്രങ്ങൾ കൊണ്ടാണ്, 5 തരത്തിലുള്ള ഈ ആയുധങ്ങൾ കൊണ്ടാണ് പാണ്ഡവർ നടക്കുന്നത്. അതുകൊണ്ട് ഈ 5 തരത്തിലുള്ള ആയുധങ്ങളും അവർ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഉത്തരേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് തയ്യാറായി നിന്നു അല്ലേ. അപ്പോൾ അല്ലയോ മഹാചിന്തകന്മാരിൽ ഉത്കൃഷ്ടനായവനെ മുനിശ്രേഷ്ഠ, തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായി വരുന്നത് ദർശിച്ച പാണ്ഡവർ താന്താങ്ങളുടേതായ 5 ആയുധങ്ങളുമേന്തി തയ്യാറായി നിന്നു. അപ്പോൾ അശ്വത്ഥാമാവ് വിട്ട ബ്രഹ്മാസ്ത്രം വന്നിട്ട് എന്താണ്, ഈ ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ട് ആയിത്തീരും എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പാണ്ഡവന്മാരും റെഡിയായി നിന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 13 വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാദ്വിഭൂ. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാദ്വിഭൂ. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാദ്വിഭൂ. അവിടെ എന്ത് സംഭവിച്ചു? വ്യസനം വീക്ഷ്യ. വ്യസനം നമുക്കറിയാവുന്ന വാക്കാണ്, ദുഃഖം അല്ലേ. അവരുടെ മഹാവിപത്ത് വീക്ഷ്യ കണ്ടിട്ട്, ആരുടെ? തേഷാം, അവരുടെ. തേഷാം സതതയുക്താനാം. തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ് അർത്ഥം. ആരുടെ ദുഃഖം ഭഗവാൻ കണ്ടു? തൻ്റെ ഭക്തന്മാരുടെ ദുഃഖം ഭഗവാൻ കണ്ടു. അനന്യവിഷയാത്മനാം, അതായത് ആരാണ് ആ ഭക്തന്മാര്? അനന്യവിഷയാത്മനാം. ഈ വാക്ക് നമ്മൾ നേരത്തെയും ഈ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ട്. ഭക്തന്മാര് അനന്യവിഷയാത്മനാം എന്നാണ്. അതായത് വേറെ ഒന്നിലും അവർക്ക് താല്പര്യമില്ല, ഭഗവാനിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. അങ്ങനെയുള്ള ഭക്തന്മാരെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്? ഭഗവാൻ അല്ലാതെ അല്ലേ. അപ്പോൾ അനന്യവിഷയാത്മനാം, വേറൊരു മാർഗവുമില്ലാത്ത, വേറൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാരാണ് ഭക്തന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു?
സുദർശനേന സ്വാസ്ത്രേണ. എന്താണ്? തൻ്റെ സ്വന്തം എന്ത് ചെയ്തു? സുദർശന ചക്രത്തിനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്വാനാം രക്ഷാം വ്യഥാദ് വിഭു. സ്വാനാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ പ്രത്യേക ഡിവോട്ടീസിന് പറയുന്ന പേരാണ് സ്വാനാം. അതായത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിവോട്ടീസ്. സ്വാനാം, സ്വാനാം എന്ന് പറഞ്ഞാൽ സ്വന്തം എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭു. ആരാണത്? വിഭുവാണ്, ഭഗവാനാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? സർവശക്തനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ പൂർണ്ണ സമർപ്പിതാത്മാക്കൾ. എന്തായിരുന്നു ആ വാക്ക്? അനന്യ വിഷയാത്മനാം. തൻ്റെ ശുദ്ധഭക്തർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ ദർശിക്കയാൽ അവരെ സംരക്ഷിക്കാനായി തൽക്ഷണം തൻ്റെ സുദർശന ചക്രം എടുത്തു. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പർപ്പൊട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും അവസാനം അല്ലേ എന്താണ്? എന്താണ്? അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള സമയം പാണ്ഡവർക്ക് ഇല്ല എന്ന് ദർശിച്ച ഭഗവാൻ തൻ്റെ ശപഥത്തെ തൃണവത്കരിച്ചുകൊണ്ട് ആയുധത്തെ കയ്യിലേന്തി. കുരുക്ഷേത്ര യുദ്ധം മിക്കവാറും സമാപ്തമായ സാഹചര്യത്തിൽ ഭഗവാൻ തൻ്റെ ശപഥം അനുസരിച്ച് ആയുധം കയ്യിലേന്താൻ പാടുള്ളതല്ല. എന്നാൽ ആപത്ഘട്ടം ശപഥത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്നു. ഭഗവാനെ ഭക്തവത്സലൻ അഥവാ തൻ്റെ ഭക്തന്മാരോട് പ്രീതിയുള്ളവനെന്ന് അതിശ്രേഷ്ഠമായി വിശേഷിപ്പിക്കുന്നു. ആകയാൽ തൻ്റെ ശപഥത്തെ ഒരിക്കലും ലംഘിക്കാത്ത ലൗകിക സദാചാര നിരതനായ ഒരാളേക്കാൾ ഭക്തവത്സലനായി തന്നെ തുടരാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന ഒരു കാര്യം. എന്താണ് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ തീരുമാനമെടുത്തിരുന്നത്? ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? യുദ്ധം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ആയുധം എടുക്കുകയില്ല. സാരഥിയായിരുന്നു കൊള്ളാം. തൻ്റെ നാരായണ സേനയെ ദുര്യോധനനും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? ദുര്യോധനൻ്റെ കൂട്ടുകാരനാണ് അശ്വത്ഥാമാവ് എന്ത് ചെയ്യാൻ പോകുന്നത്? കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ പാണ്ഡവ വംശത്തിലുള്ള ആളെ കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? ഭഗവാൻ വന്നിട്ട് വിചാരിച്ചില്ല അവർ തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചില്ല. എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഭക്തന്മാർ, ഭക്തവാത്സല്യം എന്ന് പറയും. എൻ്റെ ഭക്തന്മാർക്ക് അതിനുള്ള സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ തന്നെ എൻ്റെ വാക്കുകൾ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഓക്കെ. ഞാൻ എന്തൊക്കെ ശപഥം ചെയ്തിരുന്നെങ്കിലും ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്, ഞാൻ ആയുധം എടുക്കൂല എന്ന് പറഞ്ഞ് ഭഗവാൻ നോക്കിയിരുന്നില്ല. അവിടെയാണ് ഭക്തവാത്സല്യം കാണിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ആയുധം എടുക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അതിനെയും തൃണവത്കരിച്ചുകൊണ്ട് അതിന് വില കൽപ്പിച്ചില്ല ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു? സുദർശന ചക്രം എടുത്തു എന്ന് പറയുന്നത്. സോ ഭഗവാന്റെ ഭക്തവാത്സല്യം എന്ന് പറയുന്നത് സ്വന്തം വാക്കോ എന്ത് വാക്കോ ഒന്നും കൺസിഡർ ചെയ്യാതെ ഭഗവാൻ ഭക്തന് വേണ്ടി എന്ത് കാര്യവും ചെയ്യും. ഇനി ഭക്തന്മാരുടെ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ പാതിവ്രത്യം എന്ന് പറയുന്നത് എന്താണ്? അനന്യ വിഷയാത്മന. അവർക്ക് ഭഗവാൻ അല്ലാതെ വേറെ ഒരാശ്രയമില്ല. ഉത്തര അവിടെ വന്ന് അയ്യോ യുധിഷ്ഠിര രക്ഷിക്കൂ, അർജുന രക്ഷിക്കൂ, നകുല സഹദേവ ഭീമ രക്ഷിക്കൂ എന്ന് പറഞ്ഞു പോയില്ല. എന്ത് ചെയ്തു? ഉത്തര നേരെ വന്ന് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ എന്ന് പറഞ്ഞാണ് പോയി കൃഷ്ണന്റെ കാൽക്കൽ വീണത്. അപ്പോൾ അനന്യ വിഷയാത്മാനം. നമ്മൾ അനന്യ വിഷയാത്മാനമാണെങ്കിൽ ഭഗവാൻ എന്തുണ്ടാകും? ഭക്തവത്സലനാകും. യഥാർത്ഥത്തിൽ ഭഗവാൻ ഭക്തവത്സലനാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭഗവാന്റെ ഭക്തവാത്സല്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനന്യ വിഷയാത്മാക്കളായിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓക്കെ. അപ്പോൾ 14-ാമത്തെ ശ്ലോകം. അന്ധസ്ഥ സർവഭൂതാനാം ആത്മയോഗേശ്വരോ ഹരിഃ സ്വമായയാ വൃണോദ്ഗർഭം വൈരാത്യാ കുരുതന്തവേ. അന്തസ്ഥ സർവഭൂതാനാം
ആത്മാ യോഗേശ്വരോ ഹരിഃ സ്വമായയാ വൃണോദ്ഗർഭം വൈരാത്യ ഗുരു കുരുതന്തവേ. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരിഃ സ്വമായയാ വൃണോദ്ഗർഭം വൈരാത്യ കുരുതന്തവേ. എന്താണ് അന്തസ്ഥ സർവഭൂതാനാം? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അന്തസ്ഥ സർവഭൂതാനാം, ഈ രണ്ട് വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂതാത്മ അല്ലെങ്കിൽ സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ ഒരാളെയും ഭഗവാൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. പല റിലീജിയസ് തോട്ട്സിലും പലരും പറയുന്നു ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതാണ്, ജീവികൾക്കും മറ്റ് ചെടികൊടികൾ വർഗ്ഗങ്ങൾക്കും ഇതിലൊന്നിനും ആത്മാവില്ല, അതുകൊണ്ട് നമ്മൾക്ക് അവരെ ചൂഷണം ചെയ്യാം എന്നൊക്കെയുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്നു സർവഭൂതാനാം. സർവ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എന്ന് ഒന്നും കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അന്തസ്ഥ, അന്തസ്ഥ, സ്ഥ സ്ഥ സ്ഥിതനായിരിക്കുക എന്നതിൻ്റെ മൂലരൂപമാണ് സ്ഥ എന്നത്. എവിടെ സ്ഥിതനായിരിക്കുന്നു? അന്തസ്ഥ, അതായത് എവിടെ? ഓരോ ജീവാത്മാവിൻ്റെയും ശരീരത്തിൽ സ്ഥിതനായിരിക്കുന്നു. ആര്? യോഗേശ്വരോ ഹരിഃ. എന്താണ്? സർവഭൂതാനാം ആത്മയോഗ ഈശ്വര ഹരിഃ. യോഗേശ്വരൻ, എല്ലാ യോഗികളും ഈ പരമാത്മാവിനെയാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, ധ്യാനിക്കുന്നത്. പക്ഷേ ആരാണ് പരമാത്മാവ്? യോഗേശ്വരനായ ഹരിയാണ്. ഓക്കെ, അപ്പോൾ അന്തസ്ഥ എന്ന് പറഞ്ഞാൽ അന്തരംഗ അസ്ഥനായി എല്ലാ സർവ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഗേശ്വരനായ ഹരിഃ എന്ത് ചെയ്തു? സ്വമായയാ ആവൃണോത് ഗർഭം. ആവൃണോത്, അതിൻ്റെ ഒരു മലയാളം വാക്ക് നമുക്കറിയാം, ആവരണം ചെയ്യുക എന്ന്. ആവൃണോത് അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത വേർഡാണ്. ആവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുകയാണ്. എങ്ങനെ കവർ ചെയ്തു? സ്വമായയാ, സ്വന്തം ശക്തിയാൽ എന്തിനെ ആവരണം ചെയ്തു? ഗർഭം. ഏത്? ഗർഭത്തിനെ. ആരാണ് ഗർഭത്തിലിരിക്കുന്നത്? പരീക്ഷിത് മഹാരാജാവാണ് ഗർഭത്തിലിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ എന്ത് ചെയ്തു? ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നിട്ട് ആ ഗർഭത്തിനെ ആവരണം ചെയ്തു. ആരുടെ ഗർഭം? ഇനി പറയുന്നു വൈരട്യ. നമുക്കറിയാം വിരാട രാജാവിൻ്റെ മകളാണ് ഉത്തര. അതുകൊണ്ടാണ് വൈരത്യ എന്ന് പറയുന്നത്. വിരാട രാജകുമാരി ഉത്തര. കുരുതന്തവേ, അതായത് കുരു രാജവംശത്തിൻ്റെ അതിൻ്റെ അനന്തരാവകാശിയാണ് ഇപ്പോൾ ആ വിരാട രാജകുമാരിയായ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്നത്. അപ്പോൾ അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരിഃ. ആരാണോ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സർവഭൂതാത്മ, ഒരു എക്സ്ക്ലൂഷൻസും ഇല്ല. ജീവാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരവോ ചെടികൊടിയോ വൈറസോ എന്താണ് എന്ത് തരത്തിലുള്ള സ്പീഷീസിൽപ്പെട്ട ജീവാത്മാവോ ആയിരിക്കട്ടെ, അവരുടെ കൂടെ ഭഗവാൻ എന്തായിട്ടിരിക്കുന്നു? പരമാത്മാവായിട്ടിരിക്കുന്നു. പരമാത്മേന ചാപ്യുക്തോ എന്ന് പറയും, ഭഗവത്ഗീതയ്ക്കകത്ത് ശ്ലോകത്തിൽ പറയും. യോഗേശ്വരനാണ് ഭഗവാൻ. എല്ലാം അറിയാം, എല്ലാ തരത്തിലുമുള്ള സിദ്ധികളുടെയും പ്രഭവസ്ഥാനം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ഈ ഗർഭത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും എഫർട്ട് എടുക്കേണ്ടി വന്നില്ല. യോഗേശ്വരനാണ്. അപ്പോൾ എന്ത് ചെയ്തു? സ്വമായയാത് ആവൃണോത് ഗർഭം വൈരത്യ കുരുതന്തവേ. അതായത് ആ വിരാട രാജകുമാരിയെ ഉത്തരയുടെ ഗർഭത്തിൽ ആരാണുള്ളത്? കുരുതന്തവേ. മഹാരാജാവ് കുരുവിൻ്റെ സന്താനമാണ്. സന്താന പരമ്പരയിൽപ്പെട്ട ആ കുട്ടിയാണ് ഇരിക്കുന്നത്. ഒരേ ഒരു അനന്തരാവകാശി. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ സ്വന്തം മായയാൽ ആ കുട്ടീനെ ആവരണം ചെയ്തു, അല്ലേ? സോ എന്താണ് പറയുന്നത്? ദ ലോർഡ് ഓഫ് ഓൾ സുപ്രീം മിസ്റ്റിസിസം, പരമയോഗ ആത്മക തത്വത്തിൻ്റെയും അധിപനായ ഭഗവാൻ ഏവരുടെയും അന്തരംഗത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം കുരുവംശത്തിൻ്റെ സന്താനത്തെ സംരക്ഷിക്കാനായി മാത്രം ഭഗവാൻ ഉത്തരയുടെ ഭ്രൂണത്തെ സ്വശക്തിയാൽ വലയം ചെയ്തു.
അപ്പോൾ ഓൾറെഡി ഭഗവാൻ ഉത്തരയുടെ ശരീരത്തിലുണ്ടല്ലേ, എങ്ങനെ പരമാത്മാവായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഭഗവാന് സ്വന്തം അന്തരംഗ ശക്തി കൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. എന്താണ് 15ാമത്തെ ശ്ലോകം. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജാസാദ്യ സമശമ്യാദ് ഭൃഗുദ്വഹ. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജാസാദ്യ സമശമ്യാദ് ഭൃഗുദ്വഹ. യദ്യപി അസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശമ്യാദ് ഭൃഗുദ്വഹ. എന്ത് സംഭവിച്ചു? ഭഗവാൻ വലയം ചെയ്തു. ആരെ? ഗർഭത്തിനെ. ആരുടെ? ഉത്തരയുടെ ഗർഭത്തിനെ. യദ്യപി അസ്ത്രം, എന്നിരുന്നാലും ആ അസ്ത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് അസ്ത്രം ബ്രഹ്മശിരസ്, ബ്രഹ്മാസ്ത്രമായിരുന്നു. എന്താണ് പ്രത്യേകത? തു അമോഘം, അതിനെ തടുക്കാൻ പറ്റില്ല. ച അപ്രതിക്രിയം, അതിനെ പ്രതിക്രിയയും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അസ്ത്രമായിരുന്നു അത്. എങ്കിലും വൈഷ്ണവം തേജ ആസാദ്യ, എന്താണ്? വൈഷ്ണവമായിട്ടുള്ള സ്വന്തം ശക്തി കൊണ്ട്, വിഷ്ണുവിൻ്റെ, അതാണ് വൈഷ്ണവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈഷ്ണവം തേജ ആസാദ്യ സമശമ്യാദ്, എന്താണ്? അതിനെ നശിപ്പിച്ചു, അതായത് അതിനെ ന്യൂട്രലൈസ് ചെയ്തു. ഭൃഗുദ്വഹ, അല്ലയോ ഭൃഗുദ്വഹ. അതാരാണ്? ശൗനക ഋഷിയുടെ ഫാമിലി, അതായത് ഭൃഗു മുനിയുടെ ഫാമിലിയിലുള്ള ആളാണ് ആര്? ശൗനക ഋഷി. അപ്പോൾ നോക്കൂ, ഒരാൾ ഈ പല പേരുകൾ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ മാനിക്കുന്നു എന്നതിൻ്റെയാണ് അർത്ഥം. അങ്ങ് 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 എന്ന് മാത്രം പറയാതെ, അല്ലയോ, നേരത്തെ പറഞ്ഞു മുനിശ്രേഷ്ഠ, എന്താണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത്? ഭൃഗുദ്വഹ. ഇതൊക്കെ ആരെയാണ് വിളിക്കുന്നത്? ശൗനക ഋഷിയാണ് വിളിക്കുന്നത്. അപ്പോൾ ശൗനക ഋഷിയുടെ എന്താണ് ഗ്ലോറി എന്ന് പറയുന്നത്? ഭൃഗു മുനിയുടെ ഫാമിലിയിലെ ഗ്ലോറിയസ് ആയിട്ടുള്ള ആളാണ് ശൗനക ഋഷി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ആ അസ്ത്രം ബ്രഹ്മശിരസ് യദ്യപി എന്തായിരുന്നു? അമോഘം ച അപ്രതിക്രിയം, അപ്രതിക്രിയവും അമോഘമായിരുന്നു എങ്കിലും വൈഷ്ണവം തേജ ആസാദ്യ, എന്താണ്? വൈഷ്ണവമായിട്ടുള്ള തൻ്റെ സ്വന്തം തേജസ് കൊണ്ട് സമശമ്യാദ്, അതിനെ ന്യൂട്രലൈസ് ചെയ്തു. അല്ലയോ ഭൃഗുദ്വഹ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ അശ്വത്ഥമാവിൻ്റെ ആ ഒരു ഇത് ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ 16ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ, ശൗനകാദി ഋഷികളായിട്ടുള്ള മഹർഷിമാർ വന്നിട്ട് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം എന്ന് വിചാരിക്കുമോ എന്ന് സൂതഗോസ്വാമിക്ക് പിന്നെ ഡൗട്ടുണ്ട് അല്ലേ? സൂതഗോസ്വാമി വിചാരിക്കുന്നു ഇത് അത്ഭുതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇത് അത്ഭുതമൊന്നുമല്ല. അതായത് ഭഗവാന് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഭഗവാന് എന്താണ് പ്രത്യേകത? ഹീസ് വെരി സ്പെഷ്യൽ. ഭഗവാൻ വളരെയധികം സ്പെഷ്യലാണ്. എന്താണ് ഭഗവാന്റെ സ്പെഷ്യാലിറ്റി? ഇതെന്താണ് അത്ഭുതമല്ലാത്തത് എന്ന് ശുകദേവ ഗോസ്വാമി പറയുകയാണ്. മാം സ്തഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജത്യവത്തി ഹന്ത്യജ. എന്താണ്? മാം സ്തഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജത്യവത്തി ഹന്ത്യജ. മാം സ്തഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജത്യവത്തി ഹന്തി യജഃ. എന്താണ് പറയുന്നത്? മാ നിഷാദ, പറയത്തില്ല, അല്ലോ അരുത് നിഷാദ, അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. അരുത്, ചിന്തിക്കരുത്. അല്ലയോ മഹർഷിമാരെ ചിരിക്കരുത്, ചിന്തിക്കരുത്. മാംസ്ത,
ചിന്തിക്കരുത്. മാം അംസ്താഹി ഏതത് ആശ്ചര്യം, ഇത് വളരെയധികം ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അല്ലയോ ഋഷിമാരെ? എന്താണ് കാര്യം? സർവാശ്ചര്യമയേ അച്യുതേ, അച്യുതൻ ചെയ്യുന്നതെല്ലാം സർവാശ്ചര്യകരമാണ്. എന്താണ്? എല്ലാം പരമ ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് അച്യുതൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൊന്നായിട്ടാണ് ഇത് കണ്ടാൽ മതി. ഇത് ആശ്ചര്യകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്താണ് അദ്ദേഹം ചെയ്യുന്ന ആശ്ചര്യമായിട്ടുള്ള കാര്യം? യ ഇതം മായയാ ദേവ്യ, അതായത് അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയമായിട്ടുള്ള മായാശക്തി കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു? സൃജത്തി, സൃഷ്ടിക്കുന്നു, അവതി, എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതായത് നിലനിർത്തുന്നു, ആൻഡ് ഹന്തി, എന്താണ്? അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സൃജത്തി, അവത്തി, ഹന്തി, ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അത്രയും ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ചെയ്യുന്ന ആ ഭഗവാൻ ചെയ്ത ഈ കാര്യം വളരെയധികം ആശ്ചര്യകരമെന്ന് അങ്ങ് വിചാരിക്കരുത്. എന്ത് പറയുന്നത്? അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, അതീവ രഹസ്യവും അസ്ഖലനശീലനുമായ ഭഗവാന്റെ ഈ കർമ്മങ്ങളിൽ അസാധാരണമായ ഒന്നുമില്ല. ജനി മൃതി വിഹീനൻ എന്ന് വരികിലും ഭഗവാൻ സ്വയം അതീന്ദ്രിയ ശക്തിയാൽ സർവഭൗതിക വസ്തുക്കളെയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. എന്ത് ആശ്ചര്യകരം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നത് എല്ലാം ആശ്ചര്യകരമാണ്. ഇപ്പോൾ ഇവിടെ പ്രഭുപാദ എഴുതുന്നു, ജീവസത്തകളുടെ ചെറിയ ബുദ്ധിക്ക് ഭഗവാന്റെ കർമ്മങ്ങൾ സദാ ഭാവനാതീതകമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാത്തത്. അത് എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? എങ്ങനെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്? അവർ വലിയ വലിയ തിയറിയൊക്കെ പറയും, ബിഗ് ബാങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അവർക്ക് വെളിവാക്കി കാണിക്കാനും പറ്റൂല. ബിഗ് ബാങ് എന്നൊക്കെ തിയറി മാത്രമാണ്. അതെന്തല്ല, അത് സിദ്ധാന്തമാണ്. സിദ്ധാന്തം ശരിയാകാം, തെറ്റാകാം. പരീക്ഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ. കുറേ കാലങ്ങളായി പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അതാണ് കാരണം എന്ന് എന്തായിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. എന്നാലും എന്താകുന്നില്ല, അവർ ഉപനിഷത്തുക്കളിൽ എഴുതിയിരിക്കുന്നു എങ്ങനെയാണ് സൃഷ്ടി നടന്നത്. സ ഈക്ഷതഃ, ഭഗവാൻ തൻ്റെ ദർശനം വന്നിട്ട് മഹത്തത്വത്തിൽ ഭഗവാൻ ദർശിച്ചപ്പോൾ അത് അജിറ്റേറ്റഡ് ആയിട്ട് എന്ത് സംഭവിച്ചു? സൃഷ്ടികൾ നടന്നു എന്നാണ് പറയുന്നത്. സിംപ്ലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും അതെങ്ങനെ നടക്കും? കാരണം എന്താണ്? ദി ആക്ടിവിറ്റീസ് ഓഫ് ദ ലോർഡ് ആർ ഓൾവേസ് ഇൻകൺസീവബിൾ ടു ദ ടൈനി ബ്രെയിൻസ് ഓഫ് ദ ലിവിങ് എൻറ്റിറ്റീസ്. അത്രയേ ഉള്ളൂ കാര്യം. ജീവാത്മാക്കളുടെ ചെറിയ ബുദ്ധിക്ക് ഭഗവാന്റെ കർമ്മങ്ങൾ സദാ ഭാവനാതീതമാകുന്നു. പക്ഷേ അദ്ദേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ ഭഗവാന്റെ സകല കർമ്മങ്ങളും നമുക്ക് ആശ്ചര്യജനകമാണ്. വെറും 3 മാസം പ്രായമായിരുന്ന സമയത്ത് ഒരു ശകടാസുരനെ ഒരു കുഞ്ഞിക്കാലുകൊണ്ട് മർദ്ദിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ആശ്ചര്യകരമാണ്. 6 മാസം പ്രായമുണ്ടായിരുന്ന സമയത്ത് പൂതനേനെ 3 മാസം പ്രായമുണ്ടായിരുന്ന സമയത്ത് വീണ്ടും പൂതനേനെ വധിക്കുന്നതും ആശ്ചര്യകരമാണ്. 6 മാസം പ്രായമുണ്ടായിരുന്ന സമയത്ത് ആ ഒരു വലിയ വേൾവിൻഡ്, ഏതാണ് അദ്ദേഹത്തിൻ്റെ പേര്, തൃണാവർത്തനെ വധിക്കുന്നത് ആശ്ചര്യകരമാണ്. പിന്നെ അങ്ങോട്ട് തുടങ്ങിയിരുന്ന എല്ലാ കാര്യങ്ങളും ആശ്ചര്യകരമാണ്. എല്ലാം ആശ്ചര്യജനകമാണ്. ഈ 16,108 പത്നിമാരെ 16,108 ആയിട്ട് വിസ്തരണം ചെയ്തിട്ട് സ്വീകരിച്ചതും ആശ്ചര്യജനകമാണ്. എല്ലാം ആശ്ചര്യജനകമാണ്. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് പറ്റാത്തത്? ദി ആക്ടിവിറ്റീസ് ഓഫ് ദ ലോർഡ് ആർ ഓൾവേസ് ഇൻകൺസീവബിൾ ടു ദ ടൈനി ബ്രെയിൻസ് ഓഫ് ദ ലിവിങ് എൻറ്റിറ്റീസ്. ഈ ബ്രെയിൻ ടൈനി ആയതുകൊണ്ടാണ്. ഇതിന് മനസ്സിലാകാനുള്ള കപ്പാസിറ്റി ഇത്തിരിയേ ഉള്ളൂ. ടൈനി ബ്രെയിൻ. ഭഗവാന്റെ കർത്തവ്യം എന്ന് പറയുന്നതോ കർമ്മം എന്ന് പറയുന്നതോ ആശ്ചര്യജനകമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ആർക്കാണ് മനസ്സിലാവുക? അത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ വിശദീകരിച്ച് തരുമ്പോൾ എന്ത് ചെയ്യുക? അതിൽ ഫെയ്ത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ എന്തായി കിട്ടും? അത് വെളിവായി കിട്ടും. നമ്മൾക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ടൈനി ആയിട്ടുള്ള സാധനത്തിനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയാണ്. എങ്ങനെ? ആധ്യാത്മികമായിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ട്. യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യേത്തെ കഥിത ഹി അർത്ഥ പ്രകാശന്തെ മഹാത്മന. ഗുരുവിനും കൃഷ്ണനിലും അചഞ്ചലമായിട്ടുള്ള ഭക്തിയുള്ള വിശ്വാസമുള്ള ആൾക്കാർക്ക് എല്ലാ വേദസാഹിത്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വന്നിട്ട് എന്ത് ചെയ്യും? അത് ഓൾറെഡി റിവീലായി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മതേജോ വിനിർമുക്തൈർ
ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹ പൃഥാ സതി ബ്രഹ്മതേജോ വിനിർമുക്തൈർ ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹ പൃഥാ സതി ബ്രഹ്മതേജോ വിനിർമുക്തൈർ ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹ പൃഥാ സതി. എന്താണ് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തുടങ്ങുകയാണ്. ആരാണ് ഇത് കണ്ടു നിന്നത്? പൃഥ. ആരാണ് പൃഥ? കുന്തി മഹാറാണി. പാർത്ഥ എന്ന് നമ്മൾ അർജുനനെ വിളിക്കുന്നത് പൃഥയുടെ പുത്രനായതുകൊണ്ടാണ്. സോ കുന്തി മഹാറാണിയുടെ ഇനിയൊരു പേരാണ് പൃഥ. പൃഥ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഭഗവാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി, ആ നന്ദി പ്രകാശിപ്പിക്കാൻ എപ്പോഴാണ് സമയം എന്ന് അറിയില്ല കുന്തി മഹാറാണിക്ക്. പറയാണ് സതി. സതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാസ്റ്റ്, അതായത് ഭഗവാനോട് അനന്യ വിഷയാത്മനാം എന്ന് പറഞ്ഞില്ലേ, അതേ വാക്ക് തന്നെയാണ് ഈ സതി എന്ന് പറയുന്നത്. സതി എന്ന് പറഞ്ഞാൽ പതിവ്രത എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഭഗവാനോട് പതിവ്രതയാകുന്നത്? വേറെ ആരും എനിക്ക് ഇല്ല എന്നുള്ള ഒരേ ഒരു വിശ്വാസം ആർക്കുണ്ട്? കുന്തി മഹാറാണിക്കുണ്ട്. അപ്പം പറയുകയാണ് ബ്രഹ്മതേജോ വിനിർമുക്തൈർ. ആ ബ്രഹ്മ തേജസ്സിൽ നിന്നും വിനിർമുക്തൈർ, മുക്തിയായി. ആർക്ക്? രക്ഷിക്കപ്പെട്ടു. ആ കുട്ടി രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും വേറെ ഒരു സ്ഥലത്താണ് പറയുന്നത്. ആത്മജ സഹ കൃഷ്ണയ. കൃഷ്ണയ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്. അതാരാണ്? കൃഷ്ണ എന്ന് പറയുന്നത് ദ്രൗപദി. അപ്പോൾ ആത്മജ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരും ദ്രൗപദിയോടും ഒപ്പം. പ്രയാണ അഭിമുഖം കൃഷ്ണം. വീണ്ടും ഭഗവാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? രഥത്തിലേറാൻ വേണ്ടി പോവുകയാണ്. പ്രയാണ അഭിമുഖം കൃഷ്ണം ഇതം ആഹ പൃഥ സതി. പൃഥ അവിടെ ചെന്നിട്ട് ഭഗവാനോട് പറയുകയാണ്. എന്താണ്? അപ്രകാരം ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഭഗവാന്റെ പരിശുദ്ധ ഭക്തയായ കുന്തി ദേവിയും അവളുടെ 5 പുത്രന്മാരും ദ്രൗപദിയും ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്? ഇവിടെയാണ് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ആ കുന്തി പ്രേയേഴ്സ് തുടങ്ങാൻ പോകുന്നത്. കുന്തി മഹാറാണി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭക്ത. വളരെയധികം ഇവിടെ പ്രത്യേക പേരെന്താണ് കുന്തി മഹാറാണിക്ക് പറയുന്നത്? സതി. സതി എന്ന് പറഞ്ഞാൽ ചേസ്റ്റ് എന്നാണ് അർത്ഥം. ചേസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിവ്രത എന്ന്. എന്താണ് ആ പാതിവ്രത്യം? ഭക്തന്മാരുടെ പാതിവ്രത്യം എന്ന് പറയുന്നത് എന്താണ്? അനന്യ വിഷയാത്മനം. വേറെ ഒരു ആശ്രയസ്ഥാനവും അവർക്കില്ല. അവർക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നതാണ് അവരുടെ അനന്യ വിഷയാത്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സതി എന്ന് പറയുന്നത് അൺഅലോയ്ഡ് ഡിവോഷൻ ടു ലോർഡ് ശ്രീ കൃഷ്ണ. ഹെർ മൈൻഡ് വിൽ നൗ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് പ്രേയേഴ്സ് ഫോർ ലോർഡ് കൃഷ്ണ. എ chaste devotee of the Lord does not look to others, namely any other living being or demigod, even for deliverance from danger. നോക്കൂ, ഒരു ശുദ്ധഭക്തൻ ഏത് ആപത്ഘട്ടത്തിലും ഏത് ആപത്ഘട്ടത്തിലും രക്ഷയ്ക്കായി ഭഗവാനെ അല്ലാതെ മറ്റൊരു ജീവാത്മാവിനെയും അല്ലെങ്കിൽ മറ്റൊരു ദേവനെയും അഭയം പ്രാപിക്കുകയില്ല. പാണ്ഡവരുടെ സമ്പൂർണ്ണ കുലത്തിൻ്റെയും സവിശേഷ ലക്ഷണമാണിത്. അനന്യ വിഷയാത്മനം. അവർക്ക് കൃഷ്ണനെ ഒഴികെ മറ്റാരെയും അറിയില്ല. ആകയാൽ ഭഗവാൻ ഏത് പരിതസ്ഥിതിയിലും സർവപ്രകാരത്തിലും അവരെ രക്ഷിക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവമാണ്. അതെന്താണ് നമ്മൾ പറഞ്ഞ നേരത്തെ? ഭക്തവാത്സല്യം എന്ന് പറയുന്നത്. ഏത് പരിതസ്ഥിതിയിലും സർവപ്രകാരത്തിലും അവരെ സംരക്ഷിക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്നു. ഭക്തന്റെ ആശ്രയത്തിന് പരസ്പര പൂരകമായി ഭഗവാൻ പ്രവർത്തിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നതാണ്. Thus, that is the transcendental nature of the Lord. He reciprocates the dependence of the devotees. ആ റെസിപ്രൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ട് എങ്ങനെ
ഇടപെടുന്നോ അതിനനുസരിച്ച് ഇങ്ങോട്ടും ഇടപെടും. നോർമലി അത് ഏത് ആളും ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് അവർ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറും. നമ്മൾ ഒരാളോട് വഴക്കുണ്ടാക്കിയാൽ അവരൊന്നുകിൽ നമ്മളെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വഴക്കുണ്ടാക്കും. നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അവർ ഉറപ്പായിട്ടും നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അത് സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നു. എന്നാലും ഭഗവാനെ സ്പെഷ്യലി എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും ആശ്രയമില്ല എന്ന് ചെയ്യുന്ന ആൾക്കാരോട് ഭഗവാൻ അതേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ വേറെ എന്താണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ആചാര്യന്മാർ പറയുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കുന്തി മഹാറാണിയെ പോലെ അനന്യ വിഷയാത്മാനം, സതി പാണ്ഡവരെ പോലെ അനന്യ വിഷയാത്മാനം ആയാൽ മതി. ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കാവ്യ, ആ ഒരു പാർട്ട് തീർന്നോ? കുന്തി പ്രയസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ അതോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യണോ? എനിക്ക് തോന്നുന്നു പേജ് നമ്പർ ലാസ്റ്റ് വരെ കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രെയർ അല്ലേ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്തായാലും 10 മിനിറ്റേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ഇത് വെച്ച് അവസാനിപ്പിക്കാം. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ആ മലയാളം നല്ല രസമാണ് വായിക്കാൻ, കാരണം എല്ലാവർക്കും മലയാളം പിന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് കുന്തി പ്രേയേഴ്സ് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കുന്തി പ്രേയേഴ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കുന്തി പ്രേയേഴ്സിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ.